നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ ലോകത്ത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന വലിയൊരു ഗ്രഹമാറ്റത്തിനാണ് ഇപ്പോൾ നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 3 പ്രമുഖ ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ ഒന്നിച്ചു ചേരുന്ന ത്രിഗ്രഹ യോഗം സംജാതമായിരിക്കുകയാണ്. ജ്യോതിഷത്തിൽ വലിയ പ്രാധാന്യമുള്ള യോഗം എപ്പോഴാണ് ആരംഭിക്കുന്നത്? എന്താണ് ഈ ത്രിഗ്രഹ യോഗത്തിൻ്റെ യഥാർത്ഥ സവിശേഷത? ഈ അപൂർവ ഭാഗ്യ യോഗം വഴി ഏതൊക്കെ രാശിക്കാർക്കാണ് ജീവിതത്തിൽ വൻ നേട്ടങ്ങളും അപ്രതീക്ഷിത ധനലാഭവും ഉണ്ടാകാൻ പോകുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വിശദമായി നോക്കാൻ പോകുന്നത്. വീഡിയോ പൂർണ്ണമായി കാണണം. ഒപ്പം തന്നെ നിങ്ങളുടെ നക്ഷത്രം ഏതായാലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ ലോകം നന്നായിരിക്കട്ടെ. ഈ പ്രപഞ്ചശക്തികളുടെ എല്ലാ അനുഗ്രഹങ്ങളും സർവ്വ ജീവജാലങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ നല്ലതിനു വേണ്ടി സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ത്രിഗ്രഹ യോഗം? ജ്യോതിഷ ശാസ്ത്രപ്രകാരം 2-ലധികം ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ ഒരേ സമയം സഞ്ചരിക്കുന്നതിനെയാണ് ഗ്രഹസംയോഗം എന്ന് വിളിക്കുന്നത്. ഇവിടെ 3 ഗ്രഹങ്ങൾ ഒന്നിച്ചു ചേരുന്നത് കൊണ്ടാണ് ഇതിനെ ത്രിഗ്രഹ യോഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. 1-ലധികം ശുഭഗ്രഹങ്ങളോ അല്ലെങ്കിൽ പരസ്പരം സൗഹൃദമുള്ള ഗ്രഹങ്ങളോ ഒന്നിക്കുമ്പോൾ ആ രാശിക്കും ആ ഗ്രഹങ്ങളുടെ ദൃഷ്ടി പതിയുന്ന മറ്റ് രാശികൾക്കും അത് വലിയ രാജയോഗ സമാനമായ ഫലങ്ങളാണ് സമ്മാനിക്കുന്നത്. നമ്മുടെ ഗോചരപ്രകാരം ഈ വരുന്ന ജൂൺ മാസത്തിൻ്റെ തുടക്കത്തോടുകൂടി, പ്രത്യേകിച്ച് ജൂൺ 2 ചരിത്രപരമായ വ്യാഴമാറ്റം, നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതാണ്. വ്യാഴമാറ്റത്തിനെ സംബന്ധിച്ച് വ്യാഴമാറ്റം വളരെ വ്യാപകമായ ഫലങ്ങളാണ് എല്ലാ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. 12 വർഷത്തിന് ശേഷം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് വ്യാഴം വരികയാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസവും പ്രവർത്തി ചെയ്യാനുള്ള ഊർജവുമൊക്കെ അത് കാണുമ്പോൾ വർദ്ധിക്കും. ഈശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ ഗോചരപ്രകാരം ജൂൺ മാസത്തിൻ്റെ തുടക്കത്തോടു കൂടി ഈ ഒരു അപൂർവ സംയോഗം, അതായത് ഈ ത്രിഗ്രഹ യോഗം കൂടി സംഭവിക്കുകയാണ്. അതിൻ്റെ സംയോഗം കൂടി പൂർണ്ണതയിലെത്തുകയാണ്. ബുധൻ, ശുക്രൻ, ഒപ്പം ദേവഗുരുവായ വ്യാഴം എന്നിവയാണ് സവിശേഷമായ ഈ ത്രിഗ്രഹ യോഗത്തിന് വഴി തുറക്കുന്നത്. ഇത് പ്രപഞ്ചത്തിലും മനുഷ്യരുടെ ജീവിതത്തിലും വലിയ പോസിറ്റീവ് ഊർജം നിറയ്ക്കുവാൻ പോകുന്ന ഒരു നല്ല കാലഘട്ടമാണ്. നല്ല മനസ്സോടുകൂടി സൽപ്രവർത്തി ചെയ്യുന്നവരുടെ ജീവിതത്തിൽ വളരെ വിശേഷപ്പെട്ട വ്യതിയാനങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഈ ജൂൺ മാസത്തിൽ. ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ത്രിഗ്രഹ സംയോഗത്തിൻ്റെ ഫലമായുള്ള വലിയ നേട്ടങ്ങളും ഭാഗ്യങ്ങളുമൊക്കെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കിനി പരിശോധിക്കാം. എല്ലാ രാശിക്കാരെയും ഈ ത്രിഗ്രഹ യോഗം സ്വാധീനിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിലും ചില പ്രത്യേക രാശിക്കാർക്കാണ് ഇത് സുവർണ കാലമായി കണക്കാക്കിയിരിക്കുന്നത്. ആ ഭാഗ്യരാശിക്കാരിൽ ഒന്നാമത്തെ രാശി കർക്കിടക രാശിയാണ്. പുണർദം, കാൽ, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകം രാശിയിൽ വരുന്നത്. ഇവരുടെ കരിയറിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് ഉന്നതിയിലേക്കുള്ള ഒരു ചലനം, ഒരു കുതിച്ചുചാട്ടം. തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം, പ്രമോഷൻ ലഭിക്കും. ശമ്പള വർധനവ് പ്രതീക്ഷിക്കാൻ കഴിയും. അതുപോലെ സ്വയം സംരംഭം, ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ പ്രവർത്തന മേഖലയിൽ നിന്നും വരുമാനം കൂടുതലായി ലഭിക്കും. വിദേശ യാത്രയ്ക്കോ വിദേശത്ത് ജോലിക്കോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ പര്യവസാനിക്കും. അവരുടെ ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്ന സമയമാണ്. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും. ഒരു ലോണിന് വേണ്ടി നിങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപരമായ കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനായി നടക്കുന്നു. ഇതിൻ്റെയൊക്കെ അനന്തമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വിഷമിച്ച് നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു പുതു ഊർജം ലഭിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്ന സർവ്വകാര്യങ്ങളും വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്ന ഒരു നല്ല സമയമാണ് വരുന്നത്. അത് വീട് പണിയാകാം, വിവാഹ കാര്യങ്ങളാകാം, പ്രവർത്തന മേഖല, അത് നിങ്ങളുടെ തൊഴിൽ മേഖലയിലായിരിക്കാം. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ തടസ്സപ്പെട്ട് കിടന്ന എല്ലാ കാര്യങ്ങളും വളരെ മംഗളമായി പെട്ടെന്ന് സാധിച്ചു കിട്ടുന്ന സമയമാണ് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് ഈ ത്രിഗ്രഹ യോഗത്തിൻ്റെ അനുഗ്രഹം മൂലം സംഭവിക്കാൻ പോകുന്നത്. അടുത്തത് വൃശ്ചിക രാശിക്കാരാണ്. വിശാഖത്തിൻ്റെ കാൽ, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃശ്ചിക രാശിയിൽ വരുന്നത്.
തൊഴിൽ രംഗത്ത് വലിയ അംഗീകാരങ്ങളും പുതിയ ഉത്തരവാദിത്തങ്ങളും അവസരങ്ങളും നിങ്ങളെ തേടി വരുന്ന സമയം. ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണയാണ് നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കാൻ പോകുന്നത്. എന്ത് കാര്യം ഏറ്റെടുത്താലും അത് കൃത്യസമയത്ത് മനോഹരമായി വിജയകരമായി ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഒരു പുതു ഊർജം തന്നെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ ലാഭവും പുതിയ പങ്കാളിത്തങ്ങളും, അതായത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് മറ്റുള്ളവർ കണക്റ്റ് ആകും. അത് പ്രസ്ഥാനങ്ങളാകാം, വലിയ സ്ഥാപനങ്ങളാകാം, നല്ലവരായ വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ അങ്ങനെ പുതിയ പാർട്ണർമാരെ ലഭിക്കുവാൻ വലിയ സാധ്യതയുണ്ട്. തന്മൂലം നല്ല മെച്ചപ്പെട്ട നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണിത്. സാമ്പത്തികമായി നിലനിന്നിരുന്ന സർവ്വവിധ പ്രതിസന്ധികളും മാറി സമ്പത്ത് വർദ്ധിക്കുവാനുള്ള എല്ലാ സാധ്യതകളും വൃശ്ചിക രാശിക്കാർക്ക് ഈ ത്രിഗ്രഹ യോഗത്തിൻ്റെ ഫലമായി സംഭവിക്കുവാനുള്ള വലിയ സാധ്യതകളുണ്ട്. അത് നടന്നിരിക്കും. നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യുക, നല്ല മനസ്സോടുകൂടി മുന്നോട്ട് പോവുക, പ്രതിസന്ധികളിൽ തളരാതിരിക്കുക. ചെറിയ ചെറിയ വീഴ്ചകളോ ബുദ്ധിമുട്ടുകളോ സംഭവിച്ചാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ആ പേരിൽ വിട്ടുകളയരുത്, പൊരുതിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. നമ്മൾ ഒന്നിൻ്റെ പിറകെ തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കണം. കാണുന്നത് എല്ലായിടത്തേക്കും മനസ്സിനെ അഴിച്ചു വിട്ടിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്ത ഒരു അവസ്ഥയിൽ സ്തംഭിച്ചിരിക്കാതെ ഒരു ലക്ഷ്യം, വിജയിക്കണം, എൻ്റെ കർമ്മരംഗം, എൻ്റെ പ്രൊഫഷൻ, എൻ്റെ ബിസിനസ്, അതെനിക്ക് വിജയിപ്പിക്കണം, അതിൽ നിന്ന് എനിക്ക് ധനനേട്ടമുണ്ടാക്കണം, എൻ്റെ കഷ്ടപ്പാടുകളെല്ലാം മാറ്റണം എന്ന ഒരു ചിന്തയുമായി നിങ്ങൾ മുമ്പോട്ട് പോവുക. വളരെ അനുഗ്രഹീതമായ ഒരു സമയം വന്നെത്തിയിരിക്കുകയാണ്. അടുത്തത് മീനരാശിക്കാരെ പറ്റിയാണ് പറയുന്നത്. ഈ ത്രിഗ്രഹ യോഗം വഴി പുത്ര സന്താന സൗഭാഗ്യം, കുടുംബത്തിൽ ഐശ്വര്യം, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നത് ഈ മീനൻ രാശിക്കാർക്ക്. മീനൻ രാശി എന്ന് പറഞ്ഞാൽ ഉരുട്ടാതിയുടെ കാൽ, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ. കലാകായിക രംഗത്തും ഡിജിറ്റൽ ക്രിയേറ്റീവ് രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രശസ്തി, ജനപിന്തുണ, ആദായം, അംഗീകാരം ഇത് ഉറപ്പാണ്. ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർ, കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അവർക്ക് ഒട്ടനവധി അവസരങ്ങൾ ലഭിക്കും, അംഗീകാരങ്ങൾ ലഭിക്കും. തന്മൂലം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. കൂടാതെ മീനരാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉയർന്ന ഉപരിപഠനത്തിന് മികച്ച അവസരങ്ങൾ, സ്കോളർഷിപ്പുകളോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അഡ്മിഷനോ ഒക്കെ ലഭിക്കുവാനും വലിയ സാധ്യതകളാണ് ഈ ത്രിഗ്രഹ യോഗം വഴി മീനരാശിക്കാർക്ക് സ്വായത്തമാക്കുവാൻ കഴിയുന്നത്. അടുത്തത് ഇടവരാശിക്കാരെ പറ്റിയാണ്. ഇടവരാശിക്കാർക്ക് ധനപരമായി ഏറ്റവും മികച്ച സമയമാണ് ഈ ത്രിഗ്രഹ യോഗം വഴി സംഭവിക്കാൻ പോകുന്നത്, അവരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരും. കടബാധ്യതകളിൽ നിന്ന് വലിയ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ കർമ്മരംഗത്ത് നിന്നും പുതിയ അവസരങ്ങളും വരുമാനവും ലഭിക്കുന്നതോടുകൂടി ഈ കടബാധ്യതകൾ, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് കരകയറുവാൻ കഴിയും. ഇടവരാശിക്കാർ എന്ന് പറയുന്നത് കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകേരത്തിൻ്റെ അര നക്ഷത്രക്കാരാണ് ഇടവരാശിയിൽ വരുന്നത്. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറുന്ന സമയമാണ്. അതൊക്കെ മാറി സമാധാനപരമായ സന്തോഷകരമായ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ സംജാതമാകും. പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയും. നിങ്ങൾ കർമ്മരംഗത്ത് മെയിനായി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ സൈഡായി മറ്റൊരു ഇൻകം സോഴ്സ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അത് നിങ്ങൾക്ക് ധനപരമായി വളരെ അനുഗ്രഹം കൂടിയായി മാറും. വിചാരിക്കുന്ന കാര്യങ്ങൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. കാരണം നിങ്ങളുടെ കഠിന പ്രയത്നത്തിന്, നിങ്ങളുടെ ഹാർഡ് വർക്കിന് കൃത്യമായ ഒരു പ്രതിഫലം ഈ ത്രിഗ്രഹ സംയോഗം മൂലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇനി മിഥുനരാശിക്കാരെ പറ്റിയാണ് പറയുന്നത്. മിഥുനരാശി മകേരത്തിൻ്റെ അര, തിരുവാതിര, പുണർന്ന 3/4 നക്ഷത്രക്കാർ അടങ്ങിയ മിഥുനം രാശിക്കാർക്കും ഏറ്റവും വലിയ രാജയോഗം അനുഭവിക്കാൻ പോകുന്നത് ഈ മിഥുനക്കൂറുകാരാണ്. മുടങ്ങിക്കിടന്ന എല്ലാ കാര്യങ്ങളും വേഗത്തിൽ നടപ്പിലാക്കുവാനായി മിഥുനക്കൂറുകാർക്ക് സാധിക്കും. സമൂഹത്തിൽ ബഹുമാനവും കീർത്തിയും വർദ്ധിക്കും.
പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും മികച്ച സമയമാണ്. നിങ്ങളിപ്പോൾ ഒരു സംരംഭം അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ അത് വളർന്ന് വലുതാവുകയും നിങ്ങൾക്ക് നല്ല നേട്ടം അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അടുത്ത രാശിക്കാർ കന്നിക്കൂറുകാരാണ്. ഉത്രത്തിന്റെ ഒടുവിലത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ പകുതി നക്ഷത്രക്കാരാണ് ഈ കന്നിക്കൂറിൽ വരുന്നത്. നിങ്ങളുടെ 10ാം ഭാവത്തിലാണ് ഈ യോഗം സംഭവിക്കുന്നത്. കർമ്മരംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടാകും. തൊഴിലില്ലാതെ സാമ്പത്തികമായി വിഷമിച്ച് നടന്നിരുന്നവർക്ക് നല്ല ശമ്പളത്തോടു കൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതയും ഈ ത്രിഗ്രഹ യോഗം സമ്മാനിക്കും. നിങ്ങൾക്ക് നല്ല ജോലി, ആഗ്രഹിക്കുന്ന പോലെ ഒരു ജോലി ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും ശമ്പള വർധനവും ഉണ്ടാകും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും. അതുമായി ബന്ധപ്പെട്ട എല്ലാ പേപ്പർ വർക്കുകളും കൃത്യസമയത്ത് തടസ്സങ്ങളില്ലാതെ നടന്ന് കിട്ടും. അടുത്ത രാശിക്കാർ തുലാം രാശിക്കാരാണ്. ചിത്രയുടെ പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം നക്ഷത്രക്കാർ അടങ്ങിയ തുലാക്കൂറുകാർക്ക് ഈ 3 ഗ്രഹങ്ങളും നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് 9ാം ഭാവത്തിലാണ് സംഗമിക്കുന്നത്. ഭാഗ്യദേവത നിങ്ങളുടെ കൂടെ ഉണ്ടാകും. തുലാക്കൂറുകാർക്ക് വിചാരിക്കാത്ത സ്രോതസ്സുകളിൽ നിന്ന് പോലും പെട്ടെന്ന് ധനലാഭം ഉണ്ടാകുന്ന സമയം. പിതൃസ്വത്ത് സംബന്ധിച്ച് തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. അങ്ങനെ നിങ്ങൾക്ക് പിതൃസ്വത്തുക്കൾ എന്തെങ്കിലും ലഭിക്കാനുള്ളവരാണെങ്കിൽ അത് കൃത്യമായി ലഭിക്കും. നിങ്ങളുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ, കേസ് കെട്ടുകളെല്ലാം രമ്യമായി നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ പരിഹരിക്കപ്പെടും. തീർത്ഥാടന യാത്രകൾ നടത്തുവാനും പിതാവിൽ നിന്നോ പിതൃസ്ഥാനത്തുള്ളവരിൽ നിന്നോ വലിയ സഹായങ്ങൾ ലഭിക്കുവാനും യോഗമുണ്ട്. സാമ്പത്തികപരമായി നല്ല സമയം. ബിസിനസ് അല്ലെങ്കിൽ സംരംഭങ്ങൾ അഭിവൃദ്ധിപ്പെടും. ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങളും യശസ്സും ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ചെയ്യേണ്ട ചില പ്രധാന വഴിപാടുകൾ കൂടി പറഞ്ഞു തരാം. ബുധപ്രീതിക്കായിട്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണയും തുളസിമാലയും സമർപ്പിക്കണം. സൂര്യപ്രീതിക്കായി ദിവസവും രാവിലെ ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ശുക്രപ്രീതിക്കായി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം. അങ്ങനെ അപൂർവമായി മാത്രം വരുന്ന ഈ ത്രിഗ്രഹ യോഗം ഈ പറഞ്ഞ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഇത് എല്ലാ നക്ഷത്രക്കാർക്കും ബാധകമായ ഒരു സംഗതിയാണ് ഈ ത്രിഗ്രഹ യോഗം. 12 രാശിയിൽപ്പെട്ട 27 നക്ഷത്രക്കാർക്കും ഈ ത്രിഗ്രഹ യോഗത്തിന്റെ സംയോഗം മൂലമുണ്ടാകുന്ന ഫലങ്ങൾ ലഭിക്കും. അത് വ്യത്യസ്തമായിരിക്കും. അതിൽ ഏറ്റവും മികച്ച ഫലം, അനുഗ്രഹങ്ങൾ, സാമ്പത്തിക ഉന്നതി, അഭിവൃദ്ധി, സൗഭാഗ്യങ്ങളൊക്കെ ലഭിക്കുന്ന രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരെ കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. എങ്കിലും നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് എല്ലാവർക്കും നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുക. നിങ്ങളുടെ ജാതകത്തിൽ ശുഭഗ്രഹങ്ങളുടെ സ്ഥാനം എവിടെയാണ് എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അത് ശുഭകരമായ സ്ഥാനങ്ങളിൽ തന്നെയാണ്. നിങ്ങൾ നല്ല അപഹാരങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ വളരെ നല്ല ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഏതെങ്കിലും ദോഷകരമായ സ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ അപഹാരങ്ങളിലൂടെയൊക്കെയാണ് ഗ്രഹങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ വേണ്ട പരിഹാരങ്ങൾ കൂടി ചെയ്യുക. അത് വളരെ പണം മുടക്കി പൂജകളും കർമ്മങ്ങളുമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നല്ല പ്രവൃത്തിയോടുകൂടി, ഈശ്വര പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ ഇഷ്ടദേവതകളെ പ്രീതിപ്പെടുത്തുന്ന ചെറിയ വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളും വിഷ്ണു സഹസ്രനാമം തുടങ്ങിയ മന്ത്രങ്ങളും ഒക്കെ ജപിച്ച് സാത്വികരായി ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. നിങ്ങൾക്ക് ജഗദീശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.